ഇതൊരു ഭൂമിശാസ്ത്രപരമായ വിഭജനത്തിന്റെ സാക്ഷ്യപ്പെടുത്തലാണ്. ലോകമാപ്പിന്റെ സന്തുലനാവസ്ഥയെ തകിടം മറിക്കുന്ന കാഴ്ച. വരും തലമുറയ്ക്ക് മാറ്റിവരയ്ക്കേണ്ടി വരുന്ന ചിത്രം. ആഫ്രിക്കൻ റിഫ്റ്റ് വിഭജനം ഓരോ വർഷവും ഏകദേശം 6.7 മില്ലിമീറ്റർ അഥവാ 0.24 മുതൽ 0.28 ഇഞ്ച് എന്ന തോതിലാണ് വളർച്ച. ഈ പ്രക്രിയയുടെ ഫലമായി ആഫ്രിക്കൻ ഭൂഖണ്ഡം 2 ഭാഗങ്ങളായി വിഭജിക്കപ്പെടും. ഒന്ന് സൊമാലിയ, കെനിയ, ടാൻസാനിയ എന്നിവ ഉൾപ്പെടുന്ന പുതിയ ഭൂഖണ്ഡവും മറ്റൊന്ന് റൂബിയൻ ഭൂഖണ്ഡവും. ഈ വിഭജനം ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും ജൈവവൈവിധ്യത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തും. എത്യോപ്യ, കെനിയ, ടാൻസാനിയ, ഉഗാണ്ട, റവാൻഡെ, ബുറൂട്ടി, മൊസാംബിക്, സൊമാലിയ എന്നീ രാജ്യങ്ങളാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത്. വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരാൻ പോകുന്നത്. ഭൂമിയുടെ സമുദ്രത്തിലെ മാറ്റം, ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ജലസേചന മാറ്റം, ഭൂമിയുടെ ഉയരം, കാലാവസ്ഥാ വ്യതിയാനം, ജൈവവൈവിധ്യ വ്യതിയാനം